ഒരു തവണ ശ്രമിച്ചതാ, അന്ന് പാളിപ്പോ. ഇത്തവണ എനിക്ക് ജയിച്ചേ പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഡോക്ടർ വരൂ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ലടച്ചു. നന്നായി, താനിരിക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയെ കണ്ടോ? ഏയ് ഇല്ല. കണ്ടെന്നാണോ ഇല്ലെന്നാണോ? കണ്ടു. എന്തു തോന്നി? വിഷമം തോന്നി. പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുള്ളതായി തോന്നുന്നുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. ഒരു ഡെവലപ്മെന്റ്സും ഇല്ല. ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാൽ കിടക്കുക? ഞാനൊരു ഐഡിയ പറയാം. ദയാവതാണോ ഡോക്ടർ? ദയാവതോ? അപ്പോ അമ്മ മരിക്കണമെന്നാണോ തനിക്ക്? അതല്ല, രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, വേറെ വഴിയൊന്നുമില്ലെങ്കിൽ. എടോ, അതിനൊക്കെ കുറെ നൂലാമാലകളുണ്ട്. കോർട്ട് ഓർഡറൊക്കെ വേണം. അനാവശ്യമായി പണം പോകുന്നു എന്നാണല്ലോ പ്രശ്നം. അത് ഒഴിവാക്കാനുള്ള വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഡിസ്ചാർജ് ചെയ്ത് അമ്മയെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ച് നോക്കുക. അത് വേറൊന്നുമല്ല, ഞാൻ ഒറ്റ മോനാ അമ്മയ്ക്ക്. 24 മണിക്കൂറും അമ്മയോടൊപ്പം ഇരിക്കാൻ എനിക്ക് സാധിക്കാതെ വരും. ഹോം നഴ്സിനെ വെച്ചാ പോരെ? അവർക്കുള്ള പൈസ ആര് കൊടുക്കും? ഡോക്ടർ കൊടുക്കും. ഞാനെന്തിനാ തൻ്റെ അമ്മയെ നോക്കാൻ നിൽക്കുന്ന ഹോം നഴ്സിന് പൈസ കൊടുക്കുന്നേ? കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഇവിടെ കിടക്കട്ടെ. ഇവിടുത്തെ പകുതി കാശ് വേണ്ട വീട്ടിൽ വെച്ച് നോക്കാൻ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടൊരു മറുപടി പറയാം. ചിലപ്പോഴേ അതൊന്നും വേണ്ടി വരും. ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളായിരുന്നു അമ്മ. എന്നെ ബുദ്ധിമുട്ടിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അയ്യോ മാഡം, മാഡം, എന്താ മാഡം? ഡോക്ടറെ, ഡോക്ടറെ! ആരാ ട്രിപ്പിന്റെ സ്പീഡ് കൂട്ടി വെച്ചത്? ഞാനല്ല ഡോക്ടർ. പിന്നെ ആരാ? ഇവരുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വേഗം CCTV വിഷ്വൽസ് നോക്കണം, എന്നിട്ട് ചെക്ക് ചെയ്യണം. പേഷ്യന്റിന് ഭാഗ്യത്തിന് അപകടമൊന്നും സംഭവിച്ചില്ല. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. വാ. അയാൾ നിൽക്കുന്നത് ക്യാമറ മറിച്ചുകൊണ്ടാ.
അതുകൊണ്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. അയാൾ അങ്ങനെയൊക്കെ ചെയ്യുവോ? എത്രയൊക്കെ ആയാലും അയാളുടെ അമ്മയല്ലേ ഡോക്ടറെ? അതാ ഞാനും നോക്കുന്നത്. അയാൾ ഒരിക്കലും ചെയ്യില്ല. എന്നാലും ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ആര് കയറുന്നുണ്ടെങ്കിലും സിസ്റ്റർ ഒപ്പം കയറണം. ആരെയും തനിച്ചു വിടണ്ട, മനസ്സിലായോ? ശരി ഡോക്ടർ. നിക്കടി അവിടെ. എല്ലാരും നാട്ടിച്ചിട്ട് നീ അടങ്ങുമല്ലടി. എന്തിനാടി ഇങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നേ? പോയി ചത്തൂടെ നിനക്ക്. എന്താ മുത്തശ്ശി, എന്താ പ്രശ്നം? എന്റെ പ്രശ്നം ഇങ്ങനൊക്കെ പറയുന്ന ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? വന്നിരുന്നു നിന്നെ കാണാൻ. ആര്? അയാൾ പറയുന്നത് കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ആരാന്നൊന്ന് പറ മുത്തശ്ശി. നിനക്കറിയില്ല അല്ലേ? നോക്കൂ മുത്തശ്ശി, ഞാൻ അങ്ങനെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ എനിക്കറിയാൻ പറ്റുന്ന ഇവിടെ ആരാ വന്നെന്ന്? എടി, ആ മാലിനി എന്ന് പറയുന്നവളെ നിന്റെ ചേച്ചി തന്നെയല്ലേ? അതെ. അവൾ എങ്ങനെയുള്ളവളാ? നിന്നെ പോലെ തന്നെയാണോ അതോ കൊള്ളാവുന്നവളാണോ? ഞാൻ മോശക്കാരിയാന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആ, എന്റെ ചേച്ചിയും അതുപോലെ തന്നെ ആവാനാ സാധ്യത. അവൾക്ക് ആണുങ്ങളെ വലവീശി പിടിക്കുന്ന സ്വഭാവം ഉണ്ടോടി നിന്നെ പോലെ? എന്നെ പോലെയോ? ഞാൻ ഏതാണ്ട് വലവീശി പിടിച്ചെന്നാ മുത്തശ്ശി പറയുന്നേ? എന്താടി, സിദ്ധു പിന്നെ ആണല്ലേ? സിദ്ധുവിനെ ഞാൻ വലവീശി പിടിച്ചതാണോ? സിദ്ധു ഞാനും തമ്മിലുള്ള കല്യാണം വരെ നിശ്ചയിച്ചതാണെന്ന് അറിയാലോ. എന്നിട്ട് അവൻ വേറെ കെട്ടിയില്ലേ? അതിനുശേഷം നീ അവന്റെ പുറകെ തന്നെ ആയിരുന്നല്ലോ. അതിനെയാ വലവീശി പിടിക്കാന്ന് പറയുന്നേ. നിന്റെ ചേച്ചി ഇപ്പൊ അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. നീ സിദ്ധുവിനെ വലയിലാക്കാൻ നോക്കുന്നു, ചേച്ചി ആ നിരഞ്ജനെ വലയിലാക്കാൻ നോക്കുന്നു. മുത്തശ്ശി വെറുതെ ആവശ്യം പറയല്ലേ. പറഞ്ഞതേ ഞാനല്ല, ആ ജയശങ്കർ ഡോക്ടറാ. അയാൾ ഇന്നിവിടെ വന്നിരുന്നു. എന്തിനാന്നറിയാവോ? ചേച്ചി അനിയത്തിയും കൂടി നടത്തുന്ന ഈ കലാപരിപാടി നിർത്തണമെന്ന് ആവശ്യപ്പെടാൻ. അല്ലെങ്കിൽ അയാൾ അയക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യുമെന്ന് പറയാം. എടി, ഇതിൽ പരം ഒരു നാണക്കേടി ഇനി വരാനുണ്ടോ? അയാൾ ഇപ്പൊ ഭീഷണിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നാളെ അയാൾ പ്രവർത്തിക്കും. അത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം നിനക്കും നിന്റെ ആളെ പിടിക്കുന്ന ചേച്ചിക്കും. പിടിച്ചില്ല. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു അയാൾ വരുമ്പോ? ഉണ്ടായിരുന്നു മോളെ. എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നേ? വിളിക്കണമെന്ന് തോന്നിയില്ല. അത്രയ്ക്കുള്ള ഗൗരവമേ ഈ വിഷയത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഈ വീട്ടുകാരെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാന്ന് വെച്ചാ, അതും ഇതുപോലൊരു കാര്യത്തിന്? ഓർക്കുമ്പോ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. വിട്ടുകള മോളെ. അദ്ദേഹത്തെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയൂ? മോള് പ്രതികാരം ചെയ്യുവാന്നാണ് അദ്ദേഹം പറയുന്നത്.